എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. ഇന്ന് വായനാശീലം കുട്ടികളിൽ എന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതയാണിത്. കുട്ടികൾ, നിങ്ങൾക്കറിയാമോ ആരാണ് ഈ കുഞ്ഞുണ്ണി മാഷ് എന്ന്? കുട്ടികളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനും കുട്ടിക്കവിതകൾ എഴുതി കുട്ടികളെ രസിപ്പിക്കുകയും മുതിർന്നവരെ ചിന്തിപ്പിക്കുകയും ചെയ്തിരുന്ന ദാർശനിക കവിയാണ് കുഞ്ഞുണ്ണി മാഷ്. വായിച്ചു വളരുക എന്ന സന്ദേശമാണ് ഈ വരികളിൽ. ഇന്നത്തെ ഇൻ്റർനെറ്റ് യുഗത്തിൽ കുട്ടികളിൽ നിന്നും അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ശീലമാണ് വായന എന്നത്. പണ്ട് ബാലരമകളും പൂമ്പാറ്റയും അമർ ചിത്രകഥകളുമാണ് കുട്ടികളുടെ കയ്യിലെങ്കിൽ ഇന്ന് കൊച്ചു കുട്ടികളുടെ കയ്യിൽ വരെ വാട്സാപ്പും മൊബൈൽ ഗെയിംസും ഇൻ്റർനെറ്റുമൊക്കെയാണ്. വായിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ ജീവിതം മുന്നോട്ട് തന്നെ പോകും. പക്ഷേ വായിച്ച് അറിവ് നേടിയാൽ ആ അറിവുകൾ അവരുടെ ജീവിതത്തിലെ പലതരത്തിലും പുരോഗതി കൈവരിക്കാൻ സഹായിക്കുന്നു. അറിവ് നമ്മൾ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായി ഉയർച്ച വരുത്തുന്നു. എന്തെങ്കിലും വായിക്കുക എന്നതിലുള്ള കാര്യം എന്ത് വായിക്കുന്നു എന്നതിലാണ്. കുട്ടികൾക്ക് പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് മാതാപിതാക്കളും അധ്യാപകരും സഹായിക്കേണ്ടതാണ്. ഇന്ന് കമ്പ്യൂട്ടർ ഗെയിമുകളുടെ മായിക വലയത്തിൽ അകപ്പെട്ട കുട്ടികൾ മാനസിക വ്യായാമത്തിനായിട്ട് ഒന്നും തന്നെ ചെയ്യുന്നില്ല. കുട്ടികളിൽ വായനാശീലം വളർത്തുന്നത് അവരുടെ ഭാവന, ഭാഷാ നൈപുണ്യം, ചിന്താശേഷി, അറിവ് എന്നിവ വർദ്ധിപ്പിക്കുന്നതിന് അത്യാവശ്യമാണ്. കുഞ്ഞുനാൾ മുതലുള്ള വായന കുട്ടികൾക്ക് അറിവിൻ്റെ വിശാലമായ ലോകം തുറന്നു കൊടുക്കുകയും ഏകാഗ്രത വർദ്ധിപ്പിക്കുകയും സഹജീവികളോടുള്ള സ്നേഹവും കരുണയുമുള്ള മികച്ച വ്യക്തിത്വമായി വളരാൻ സഹായിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്ന് വായിച്ചു വളരുന്ന കുഞ്ഞുമക്കളാണ് നാളെ വീടിനും നാടിനും മികച്ച പൗരന്മാരായി മാറുന്നത്. അപ്പോൾ ഇന്നു മുതൽ നിങ്ങളെല്ലാവരും മിടുക്കന്മാരും മിടുക്കുകളും ആവുന്നതിന് വേണ്ടി എല്ലാവരും ഇന്നു മുതൽ ഓരോ പുസ്തകങ്ങൾ കയ്യിലെടുക്കുമല്ലോ. Okay, thank you all.